നവകേരള സൃഷ്ടിക്കായി വലിയ പരിശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ഒ.ആർ. കേളു. റോഡുകളും പാലങ്ങളും ആശുപത്രികളുമെല്ലാം നവീകരിച്ച വികസന കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ നടക്കുന്നത്. ഈ വികസന കുതിപ്പിനൊപ്പം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാരുടെ മുന്നേറ്റവും പ്രധാനപ്പെട്ടതാണെന്നും മന്ത്രി പറഞ്ഞു. കോളയാട് ഗ്രാമപഞ്ചായത്ത് പെരുവ വാർഡിലെ കടൽക്കണ്ടം പാലം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിപ, കോവിഡ്, പ്രളയം തുടങ്ങിയ പ്രതിസന്ധികളെ നേരിടാൻ കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിന് ചെലവഴിക്കേണ്ടി വന്നത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുമ്പോൾ തന്നെ വികസന പ്രവർത്തനങ്ങൾ സമഗ്രമായി നടത്തുന്നുണ്ട്. പഠനത്തിനും ജോലിക്കുമായി കേരളം വിട്ടുപോകുന്ന യുവാക്കളെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്നും മന്ത്രി ഒ.ആർ. കേളു പറഞ്ഞു. വലിയ ഒരു മുന്നേറ്റമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രളയം വന്നത്, കോവിഡ് വന്നത്, ഇങ്ങനെയൊക്കെ മഹാമാരി വന്നു. പക്ഷെ നമ്മൾ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടാണ് നമ്മൾ നവകേരള പദ്ധതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രളയത്തിൽ തകർന്നു പോയിട്ടുള്ള എല്ലാ റോഡുകളും എല്ലാ പാലങ്ങളും നമ്മൾ വീണ്ടെടുക്കുന്നത്. അങ്ങനെ വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലമൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോകുന്നില്ല. കേരളത്തിൻ്റെ ഒരു നാൾ വഴി ഞാനിവിടെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. കേരളം പുരോഗമിക്കുമ്പോൾ, കേരളം വികസന കുതിപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ കേരളത്തിലെ അടിസ്ഥാന വിഭാഗമായിട്ടുള്ള SC/ST വിഭാഗം കൂടി അതിനോടൊപ്പം മുന്നേറണം. കെ ശൈലജ MLA അധ്യക്ഷത വഹിച്ചു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുധാകരൻ, കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M റിജി, കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC അനീഷ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം V ഗീത, കോളയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സുധീഷ് കുമാർ, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AD കുഞ്ഞഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.